മണലൂർ മണ്ഡലത്തിലും വോട്ടിനായി കിറ്റ് വിതരണത്തിന് ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ്. വിതരണത്തിനായി തയ്യാറാക്കിയ 500-ലധികം കിറ്റുകൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബി.ജെ.പി. നേതാവിന്റെ നിർദ്ദേശപ്രകാരം കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. കിറ്റുകൾ തയ്യാറാക്കിയത് ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടെന്ന് കാർത്തിക സൂപ്പർ മാർക്കറ്റ് ഉടമ ബിമൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തൃശൂരിൽ വീണ്ടും ബി.ജെ.പി. കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. തൃശൂർ വാടാനപ്പള്ളിയിലെ ചാമ്പ്യൻ സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് സൂക്ഷിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം നേർക്കുനേർ നിലയുറപ്പിച്ചു. ഇരുവിഭാഗവും മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കിറ്റുകൾ ഉള്ളതായി ആരോപണമുയർന്ന ഗോഡൌണിലെ മുകളിലെ മുറിയിൽ നിന്നും ബി.ജെ.പി. നേതാവും നടനുമായ ദേവൻ പുറത്തേക്ക് വന്നു. ബഗീഷ് പൂരാടനൊപ്പമാണ് ദേവൻ ഗോഡൌണിലെ മുകളിലത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ദേവൻ പുറത്തു വന്ന ശേഷം ബി.ജെ.പി. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം ബി.ജെ.പി. നേതാവ് ബഗീഷ് പൂരാടന്റെ വാഹനം പോലീസ് പരിശോധിച്ചു. ഗോഡൌൺ ഉടമയിൽ നിന്നും പോലീസ് വിവരം ശേഖരിച്ചു. 4000-ഓളം കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി ബി.ജെ.പി. തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. അതേസമയം സംഘർഷത്തിനിടെയും പരിശോധനയുമായി തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് മുന്നോട്ടു പോയി. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് സീൽ ചെയ്തു. സൂപ്പർ മാർക്കറ്റ് ഉടമയായ പ്രവീൺജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. 4 വാഹനങ്ങളിലായി കിറ്റുകൾ എത്തിച്ച് വിതരണം ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കിറ്റുകൾ പോലീസ് സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത് നീക്കി. കേന്ദ്രസേനയും സ്ഥലത്തെത്തി. മീഡിയ ടൈം, തൃശൂർ.